കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവിടെ വരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുവിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ് പ്രതികാര ചിന്ത. നമ്മൾ ഈ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കുക, നമ്മൾ ദൈവമക്കളല്ലേ, അങ്ങനെ പ്രതികാരം ചിന്തിക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ പ്രതികാരം പ്രവർത്തിക്കുന്നവരുണ്ടോ എന്ന് ചിന്തിക്കും. ഒരുപക്ഷെ നമുക്കറിയാം നമ്മൾ ആരെയും അടിക്കത്തില്ല, ഉപദ്രവിക്കത്തില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, അയ്യോ അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, അവരിങ്ങനെ എന്നെ ഉപദ്രവിച്ചല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരാത്തവരായിട്ട് ആരുമില്ല, അല്ലേ? അപ്പം ആ ചിന്ത നമ്മുടെ ഉള്ളിനകത്ത് വ്യാപരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ നമ്മളെ കണ്ടിന്യൂഷനായിട്ട് ആ ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് ഹോൾഡ് ചെയ്യപ്പെട്ടാൽ അത് നമ്മുടെ ചിന്തകൾ പ്രതികാരത്തിലേക്ക് മാറാം. ഇനി ദൈവമക്കളായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ എങ്ങനെയാണ് ഈ പ്രതികാരം ചിന്തിക്കുന്നത്? ഈ ചിന്ത, ഞാൻ ഈ പറഞ്ഞ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വരും. ഇതിങ്ങനെ ഹോൾഡ് ചെയ്യപ്പെടുമ്പോൾ, ഇതവിടെ എങ്ങനെ തുടരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നാളുകളിൽ ചില മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിയുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥനാ വാചകങ്ങൾക്കകത്ത് ഇന്ന് നമുക്ക് വിരോധമായി നിന്നു എന്ന് നമുക്ക് തോന്നുന്ന വ്യക്തികൾക്കെതിരെ നമ്മുടെ പ്രാർത്ഥനാ വാചകങ്ങൾ വെളിപ്പെട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഒരുപക്ഷെ നമ്മളും പറഞ്ഞു കാണത്തില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ചോദിച്ചാൽ അത് ഈ പ്രതികാര ചിന്ത മനസ്സിനകത്ത് വന്നതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കിയ കർത്താവ് തിരുവചനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കണം. എന്തോ അതിൻ്റെ അർത്ഥം? അപ്പം പ്രതികാരം നമ്മൾ ചെയ്യരുത് എന്നുള്ള ഒരു തലം അവിടെ അതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. 2, ദൈവം അത് ചെയ്യും. ദൈവകോപത്തിന് ഇടം കൊടുക്കുക. എന്താ അതിൻ്റെ അർത്ഥം? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ പ്രതികൂലം സഹിക്കേണ്ടി വരുന്ന മേഖലകളുണ്ട്, അല്ലേ? യേശു കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം, വരുത്തുന്നവനോ അയ്യോ കഷ്ടം. എന്താ അതിൻ്റെ അർത്ഥം? ഇടർച്ചകൾ വരാം, പൈശാചികമായിട്ടോ മാനുഷികമായിട്ടോ. ചില മേഖലകളിൽ ചില മനുഷ്യരെ ദൈവം സ്തോത്രം ചിലരെ അതിനു വേണ്ടി നിയോഗിക്കും. എന്തിനോ? നമ്മളെ കുത്താൻ, നമ്മളെ വേദനിപ്പിക്കാൻ, നമ്മളെ പ്രയാസപ്പെടുത്താൻ. പക്ഷെ ദൈവമക്കളായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒരാളിനെ ഒരുപക്ഷെ പിശാച് ഉപയോഗിക്കുന്നതാകാം, പ്രൈസലോ, ഇല്ലെങ്കിൽ ദൈവം നമ്മളെ പരിശോധന കഴിക്കുന്നതാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതൊരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്നു എങ്കിൽ പോലും അവരോട് ദൈവം മൗനമായിരുന്ന്, അല്ലെ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ആ വിഷയത്തിൽ ഇടർച്ച വരുത്തിയ തലങ്ങളോട്, ഇടർച്ച വരുത്തിയ മണ്ഡലങ്ങളോട്, അതൊരുപക്ഷെ വ്യക്തിയാകാം, സമൂഹമാകാം, ഏതായിരുന്നാലും ദൈവവചനം ഇങ്ങനെ പറയുന്നു, അല്ലെ, വരുത്തുന്നവനോ അയ്യോ കഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനോ നിങ്ങളോ മുഖാന്തരം ഒരു ഇടർച്ചയും ആർക്കും ഉണ്ടാകരുത്. കാര്യം, അല്ലെ സ്തോത്രം, നമ്മൾ ഒരുപക്ഷെ ഇടർച്ച ഉണ്ടാക്കുന്ന സമയത്ത് അത് സ്വീകരിക്കേണ്ടി വരുന്ന വ്യക്തി ഒരുപക്ഷെ ദൈവ പൈതലാണെങ്കിൽ, ഒരു നീതിമാനാണെങ്കിൽ, ഒരു വിശുദ്ധനാണെങ്കിൽ, അല്ലെ സ്തോത്രം, അത് നമുക്ക് ഭാരമായിട്ട് വരാം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിങ്ങൾ ദൈവ കോപത്തിന് ഇടം കൊടുപ്പീൻ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അല്ലെ സ്തോത്രം, ഒക്കെ നമ്മളെ ഭാരപ്പെടുത്തിയ മേഖലകളുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, തിരിച്ചൊരു വാക്ക് പോലും പറയരുത്, ഒരു വാക്ക് പോലും ചിന്തിക്കരുത്. പ്രാർത്ഥനയിൽ നമ്മൾ തുടരാൻ തയ്യാറായാൽ നിശ്ചയമായി ദൈവ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വ്യക്തമായി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ദൈവക്രിയയ്ക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നത്
കാണുവാൻ തക്കവണ്ണം ഇടവരും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവകോപത്തിന് ഇടം കൊടുക്കുക, ദൈവം പ്രതിക്രിയ നടത്തുന്നതിന് വിട്ടുകൊടുക്കുക, നമ്മൾ അതിലേക്ക് ഇടപെടാതിരിക്കുക. ദൈവകരം നമുക്ക് വേണ്ടി ചലിപ്പാനിടയാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണമേ. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. കർത്താവേ, ദൈവ പദ്ധതികൾക്ക് വിരോധമായി നിൽക്കുന്ന മണ്ഡലങ്ങളെ ദൈവം റിലീസ് ചെയ്തുകൊണ്ട് യഹോവയുടെ മഹത്വത്തെ അവിടെ നിന്ന് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.